ഗുഡ് മോർണിംഗ് കൊച്ചമ്മ. ഓ എന്താണ് രാവിലെ കാപ്പിയും ചായയൊന്നും ഇല്ലേ? ഒരൊറ്റ മനുഷ്യ കുഞ്ഞിനെ ഇതിനകത്ത് കാണാനില്ലല്ലോ. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നെ കണ്ട മനുഷ്യനാണെന്ന് ആരേലും പറയൂടാ. അല്ല, ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ കൊച്ചമ്മ. പ്രതീക്ഷ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. പിന്നെ പ്രസവ കുഞ്ഞ് രാവിലത്തെ യോഗയും കസർത്തും കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ റെഡിയാകുന്നു. ലക്ഷ്മിയോ മറ്റവള് സുരഭി? ലക്ഷ്മി കുഞ്ഞിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ രാവിലെ പരന്ന് കറങ്ങും പോലെ അടുക്കള വന്ന് കറങ്ങിട്ട് അങ്ങ് പോയി, പിന്നെ വന്നേ ഇല്ല. സുരഭി കമ്പനി പോകാനായിട്ട് പോയി. ഇത്ര രാവിലെ അവളെ കൊണ്ട് പോയതാ? വേറെ കാര്യം പറയാൻ കൊച്ചമ്മ, സുരഭിയെ കാണുമ്പം എനിക്ക് എന്റെ പഴയ കൊച്ചമ്മയെ ഓർമ്മ വരും. അതേ പ്രകൃതം, അതേ ചുറുചുറുക്ക്, അതേ സാമർത്ഥ്യം. കൊച്ചമ്മയുടെ അത്രയില്ല, ചെറുതായിട്ട്. മരുമോള് ഞാൻ പിന്നെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണോ? ഓ, പ്രശോഭേട്ടൻ ഇപ്പൊ ഓഫീസിൽ പോകാൻ ഇറങ്ങി. ഞാൻ കിടന്ന് ഓടണോ? അയ്യോ, ഒന്നും വേണ്ട. ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എടുത്തു വെച്ചാൽ മതി. അത് ശരി. നിനക്കെന്താ പണി? അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചൂടെ? അമ്മ, എനിക്ക് പ്രശോഭേട്ടന്റെയും പിങ്കിമോടെയും കാര്യങ്ങൾ നോക്കണം. എന്താ നോക്കാൻ? അതായത് കൊച്ചമ്മ, രാവിലെ ഈ പ്രസവ കുഞ്ഞും പിങ്കിമോളും കൂടെ റെഡി ആവുമല്ലോ, അതിങ്ങനെ കുഞ്ഞ് നോക്കി നിൽക്കും. അതൊരു ഹോബിയാണ്. അങ്ങനൊന്നുമല്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെല്ലാം പറഞ്ഞാലും ശരി, പ്രശോഭനുള്ള ഭക്ഷണമോ രാവിലത്തെ കാപ്പിയോ എന്താന്ന് വെച്ചാൽ അത് നീ എടുത്തു വെക്കണം. കേട്ടല്ലോ? നടന്നത് തന്നെ. അഥവാ എടുത്തു വെച്ചില്ലെങ്കിൽ പ്രസവ കുഞ്ഞ് എടുത്ത് കഴിച്ചോളും. അല്ല, എടുത്തു വച്ചില്ല എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ. ഓ അന്നല്ലോ. അല്ല, നീ എങ്ങോട്ടാ വെളുപ്പാക്കാലത്ത് ഇറങ്ങി പോയത്? കമ്പനി വരെ പോയിരുന്നു. ലോഡ് വരുന്നുണ്ടായിരുന്നു രാവിലെ. അച്ചാറുള്ള മാങ്ങേ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് മാങ്ങയാണെങ്കിൽ കേടായിരുന്നു. കേടും പുഴു. അല്ല, ഒരു കാര്യം ചെയ്താൽ മതി. തമിഴ്നാട്ടിൽ നിന്ന് മാങ്ങ ഇറക്കാം. അത് വർഷങ്ങളോളം കേടാതിരിക്കും. തമിഴ്നാട്ടിൽ നിന്ന് മാങ്ങ ഇറക്കൂല ഞാൻ കേരളത്തിൽ നിന്ന് മാങ്ങ ഇറക്കുള്ളൂ. കേരളത്തിലാണ് നല്ല ഫ്രഷ് മാങ്ങ കിട്ടും. എനിക്ക് കുറച്ച് കർഷകരുണ്ടല്ലോ, അവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ബിസിനസ് സീക്രട്ട് ഒന്നും ഇങ്ങനെ പബ്ലിക് ആക്കല്ലേ എന്റെ പൊന്നു കൊച്ചേ. ഇതൊന്നും സീക്രട്ട് അല്ല. എനിക്ക് സീക്രട്ടിന്റെ കാര്യം വേറെ ഉണ്ട്. അത് ഞാൻ പബ്ലിക് ആക്കാറില്ല. ഇല്ല, വേറെ സീക്രട്ട് ഉണ്ട്. പിന്നെ പുതിയ യൂണിറ്റ് തുടങ്ങണം, അതൊരു പ്ലാൻ ഉണ്ട്. ഓ, പണ്ടൊക്കെ വല്ലതൊക്കെ തുടങ്ങുന്നതും ആലോചിക്കുന്നതും ഒക്കെ അമ്മയുടെ അടുത്ത് കൂടെ ഒന്നും പറയുമായിരുന്നു. ഇപ്പൊ അതിനുള്ള സമയമില്ല. കുറച്ചു മുമ്പല്ലേ അമ്മ പറഞ്ഞത് ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പബ്ലിക് ആക്കാൻ പാടില്ല, സീക്രട്ട് ആയിട്ട് വെക്കണമെന്ന്. എന്നിട്ട് അമ്മ ഇങ്ങനെ തന്നെ പറയുന്നതാ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? ഇല്ല. ഒന്ന് ഞാൻ എടുത്തു വെക്കാം. ഓ, വയ്ക്ക്. കണ്ട കണ്ട അമ്മയോട് സംസാരിച്ചപ്പോൾ അവളുടെ അഹങ്കാരം കണ്ട? എനിക്ക് തോന്നിയില്ലല്ലോ. തോന്നില്ലേ? ഇല്ല. അഹങ്കാരം ഇല്ലാത്ത ആള്. ഓ, നീ പറഞ്ഞ ഒരു കാര്യം ശരിയാടാ. ഞാനിപ്പോ സുരഭിയെ ശ്രദ്ധിക്കായിരുന്നു. ഞാൻ തന്നെ അതേ ഉത്സാഹം, അതേ താല്പര്യം, അതേ ആനന്ദം. ബിസിനസ് നന്നാവാനുള്ള അവളുടെ ഒരു വ്യഗ്രത കണ്ടു. പിടിക്ക്. എടി, സുരഭി അമ്മയും സംസാരിക്കുന്ന ഇടയിൽ നീ എന്തിനാ അഭിപ്രായം പറയാൻ പോണത്? അത് അവര് തമ്മിൽ പറഞ്ഞു തീർക്കൂലേ? എനിക്കൊരു അവകാശമില്ലേ അത് പറയാൻ? പ്രശോഭേട്ടനൊന്ന് കേൾക്കണമായിരുന്നു അവൾ അമ്മയോട് സംസാരിച്ച രീതി. അവളുടെ ഒരു കറ്റാറ് കമ്പനി. ലോകത്ത് വേറെ ആർക്കും കമ്പനി ഒന്നും ഇല്ലല്ലോ. അവക്കേ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതിന്റെ അഹങ്കാരമുണ്ട്. എടി, അഹങ്കാരം ഉണ്ടെങ്കിൽ അതിന് അമ്മ കൊടുത്തോളും. നീ എന്തിനാ ഇടപെടാൻ പോണേ? ഓ, അമ്മ കൊടുത്തിട്ട് കണ്ടു. അല്ലെങ്കിൽ ദൈവം കൊടുത്തോളും. ദൈവത്തിന് പിന്നെ അതല്ലേ പണി, അവക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. നീ ഇത്ര നേരം അവിടെ എല്ലാം കേട്ടോണ്ട് വടി വിഴിഞ്ഞതുകൊണ്ട് നിൽക്കുകയല്ലായിരുന്ന? നിനക്ക് അങ്ങോട്ട് ചെന്ന് പറഞ്ഞുകൂടായിരുന്നു? എന്നാലും പറയില്ല മോളെ. അതല്ല ഇപ്പൊ ഇവിടത്തെ സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞ സീൻ ആകെ വഷളാവും. അമ്മ പോലും ഇതിപ്പോ മറന്നിരിക്കുന്ന സമയമായിരിക്കും. എന്നാലും ഒരെന്നാലും ഇല്ല. ഇടി, സുരഭിയിലെ ബിസിനസ്സിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം അവക്ക് മാത്രമേ ഉള്ളൂ. എനിക്കോ നിനക്കോ അമ്മയ്ക്കോ ഒന്നുമില്ല. പിന്നെ ബിസിനസ് പരമായിട്ട് സുരഭിയിലെ കമ്പനി നമ്മളെ കമ്പനിക്ക് ഭീഷണി തന്നെയാണ്. അത് നമ്മൾ ഇത്രയും നാളുകൊണ്ട് നേടിയെടുത്ത പേര് അവള് കുറച്ച് നാളുകൊണ്ടാണ് നേടിയെടുത്തത്. അതിന്റെ പങ്ക് പറ്റാൻ ആർക്കും അധികാരമില്ല. അവളെ ഇങ്ങനെ അഴിച്ചുവിടുന്ന എന്തായാലും ശരിയല്ല. എടി, അഴിച്ചുവിടാ. അവൾ എന്തോന്ന് ഓസ്ട്രേലിയൻ പശുവാ? അതല്ല, പിന്നെ അവളിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ വിട്ടേക്കുന്നത്. എടി, സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാനുള്ളതല്ല. അതൊക്കെ അവനവന്റെ അവകാശമാണ്. എന്നാ എനിക്ക് തന്നു നോക്ക് സ്വാതന്ത്ര്യം. എനിക്ക് ഉറപ്പാ ഞാനും ജയിക്കും. എവിടെ? എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എന്നില്ല. മറ്റുള്ളവർക്ക് ആ വിശ്വാസം ഇല്ല. അതാണ് സത്യം. ദേ പ്രശോഭേട്ട, ഒന്നാമത് അമ്മയുടെ കൗണ്ടർ കേട്ടിട്ട് ഞാൻ ഇവിടെ കയറി വന്നേക്കുന്നത്. അപ്പോഴാ നിങ്ങളുടെ വക. നിങ്ങളെ ഓഫീസിൽ പോകാൻ നോക്ക്, അതാ നല്ലത്. നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ പോയൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാവോ? വേണമെന്നുണ്ടെങ്കിൽ പോയി തന്നെ ഉണ്ടാക്കി കഴിച്ചോ. അപ്പൊ ഇന്ന് ഞാൻ തന്നെ എടുത്ത് കഴിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കി വന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ നടന്ന കാര്യം നിന്റെ അമ്മയെ വിളിച്ച് അറിയിക്കാൻ നിൽക്കണ്ട. കേട്ടല്ലേ? വിളിച്ചറിയിക്കുവോ?
പിന്നെ എനിക്കതല്ലേ പണി, ഇവിടെ നടക്കുന്നതൊക്കെ ഓരോന്ന് അമ്മയെ വിളിച്ച് പറയാം. നിന്റെ സ്വഭാവം എനിക്കറിയാം. ഓ നീ ഈ നിസ്സാര കാര്യത്തിനാണ് എന്നോട് രാവിലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മനുഷ്യൻ നേരെ ചോദിച്ചിട്ട് കാപ്പി പോലും കുടിച്ചില്ല. അമ്മയ്ക്ക് കാപ്പിയും കുടിച്ച് 24 മണിക്കൂറും കാലും നീട്ടി അങ്ങ് ഇരുന്നാ മതിയല്ലോ. ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? അല്ല, നിനക്ക് ഇവിടുത്തെ പ്രശ്നം എന്താ? ആ എന്റെ ഭർത്താവിനും മോക്കും അമ്മായിയമ്മയ്ക്ക് എന്നെ യാതൊരു വിലയില്ല. പിന്നെ ആ സുരഭിക്ക് എന്നെ പുല്ല് വിലയാ. ഇതിലും വലുത് എന്ത് വേണം? അതൊക്കെ നിന്റെ കയ്യിലിരിപ്പാന്നേ ഞാൻ പറയത്തുള്ളൂ. എടി, ഓരോരുത്തർ നിർത്തേണ്ടടുത്ത് നിർത്തണം. അതിനൊക്കെ നീ എന്നെ കണ്ടുപിടിക്കുക. അമ്മ ഇങ്ങോട്ട് വരുമ്പോ എല്ലാവരും അങ്ങ് തൊഴുത് നിൽക്കുകയല്ലേ, അമ്മേ വാ വാന്ന് പറഞ്ഞു. ഒന്ന് പോ അമ്മേ, എനിക്ക് കിട്ടുന്ന വില പോലും ഇവിടെ ആരും അമ്മയ്ക്ക് തരുന്നില്ല. ദേ, എന്റെ വായിരിക്കുന്ന കേക്കരുത് കേട്ടോ. ഇത് പറയാനാണോ നീ രാവിലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അമ്മ ദേഷ്യപ്പെടാതെ. അമ്മയ്ക്ക് ആ സുരഭിക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. കൂലിക്ക് ആളെ നിർത്തി അവിടെ കൈയും കാലും ഓടിക്കണം. അയ്യോ, അങ്ങനെ ഒന്ന് ചെയ്ത് കളഞ്ഞേക്കല്ലേ. എന്നിട്ട് വേണം ഈ വീട്ടിലെ ജോലിയെല്ലാം കൂടെ ചെയ്ത് എന്റെ കൈയും കാലും ഓടിയാൻ. അതൊന്നും വേണ്ട. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്ത് അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം നോക്കിയതല്ലേ, അതിനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്തു. അവള് പഠിച്ച കള്ളിയാ. പിന്നെ എന്ത് വേണമെന്ന് പറ. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേ അവളൊരു പൂച്ച പോലെ ഇരുന്നവളാ. അവിടെ വായിക്കകത്ത് നാക്കുണ്ടോ നമ്മൾ തപ്പി നോക്കണമായിരുന്നു. ഇപ്പോഴോ അവള് സംസാരിക്കുമ്പോ നമ്മുടെ വായിൽ നാക്കുണ്ടോന്ന് നമ്മൾ തപ്പേണ്ട അവസ്ഥ. ഓ, സംസാരത്തിനിടെ ആ ഫ്ലോ അങ്ങ് പോയി. അയ്യോ പറ. എടി, അവള് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുവാണെങ്കിൽ അതും പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാമായിരുന്നു. ഇതിപ്പം അവിടെ അച്ചാറ് കമ്പനി കാരണം നമുക്ക് ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന. ആ റോഡ് വികസനം വന്നപ്പോ അവളുടെ തള്ളയുടെ കയ്യിലും പൂത്ത പണമായി. ഏത് നേരത്താണോ റോഡിൽ വികസിക്കാൻ തോന്നിയത്? സത്യം, അവളുടെ അച്ചാറ് കമ്പനിയാ അവളെ ഇത്ര അഹങ്കാരമാക്കിയെന്ന്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊരു ബിസിനസ് തുടങ്ങാം. അവിടെ ഒപ്പം എത്താന്, അല്ലെങ്കിൽ അവിടെ മുമ്പേ നടക്കാന്. നമുക്കും വേണ്ടേടി ഒന്ന്. അത് നല്ലൊരു ഐഡിയ. നമ്മൾ ബിസിനസ് തുടങ്ങുന്നു അറിയുമ്പോഴേ അവളൊന്ന് കിട്ടുകിട്ടാന്ന് വിറയ്ക്കും. അതിന് ആദ്യം ഒരു കാര്യം ചെയ്യണം. ആ ബാങ്കിൽ പോയി ലോൺ നോക്കണം. അത് രണ്ടാമത്തെ കാര്യം. ആദ്യം നീ പോയി സുഹാസിനി ചേച്ചിയോട് ചോദിച്ചിട്ട് വാ. അല്ലെങ്കിൽ അവര് വന്നിട്ട് ഇടംപോലിടുന്ന മുമ്പത്തെ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ആ ആ അപ്പൊ അമ്മയോട് പറയണം. ആര് പറയും? നീ പറയണം. ഞാൻ പറയില്ല, അമ്മ പറ. വാ, നമുക്ക് രണ്ടുപേർ കൂടെ പറയാം. കിട്ടുവാണെ രണ്ടുപേർക്ക് ഒന്നിച്ച് കിട്ടും. അല്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, 100 വട്ടം ആലോചിച്ചിട്ട് വേണം ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടാൻ. ഇതത്ര നിസ്സാരപ്പെട്ട കളിയൊന്നുമല്ല. നോക്കി കണ്ടുമൊക്കെ തുടങ്ങുക. ഞാനും ഇവളും കൂടെ ഒരു 105 പ്രാവശ്യമെങ്കിലും ആലോചിച്ചു. അതിനുശേഷം ചേച്ചിയോട് വന്ന് പറഞ്ഞത്. അമ്മ തീരുമാനം പറഞ്ഞ ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അല്ലാതെ ഇവിടെ ചിലര് ചെയ്യുന്ന പോലെ എല്ലാം തീരുമാനം എടുത്ത ശേഷം പിന്നെ ഒരു പേരിനെ അമ്മ അറിയിക്കുന്നത് പോലെ അല്ല. നിനക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയല്ലോ. ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് എല്ലാം കൊണ്ടും നല്ല കാര്യം തന്നെ. നല്ല രീതിയിലൊക്കെ ചെന്ന് തുടങ്ങാമെങ്കിൽ തുടങ്ങാം. ഞാൻ എന്തായാലും ഈ വീടിന്റെ ഒരു പേര് കളയത്തില്ല. പേര് കളയില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഉള്ള പേര് ഈ കേരളം മൊത്തം പടർന്ന് പന്തലിക്കും. അമ്മ നോക്കിക്കോ. നല്ല കാര്യം. ഞങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവവും ചേച്ചിക്ക് ഉണ്ടാവത്തില്ല. ഇല്ല. അതല്ല, ഈ വീട്ടിൽ വേറൊരു ബിസിനസ്സുകാരി കൂടെ ഉണ്ട്, അത് മറക്കണ്ട. അറിയാം. ഞങ്ങളുടെ വളർച്ച അവർക്കൊരു പേടി സ്വപ്നമായിരിക്കും, അല്ലേ ചേച്ചി? ആദ്യം മണ്ണിൽ ഉറച്ചു നിക്ക്, എന്നിട്ട് വളരാം. എന്താ? എല്ലാം അമ്മ പറയുന്നത് പോലെ എനിക്ക് അമ്മയെ പോലൊരു സംരംഭകയാവണമെന്നാണ് ആഗ്രഹം. അയ്യോ, ചെറിയ ആഗ്രഹമല്ലയോ? കൊള്ളാം. എന്നെ കൊണ്ടാവുന്ന സഹായം എല്ലാം ഞാൻ ചെയ്തു തരും. പക്ഷെ അവസാനം എന്നെ കോടാലിയാക്കരുത്. സമയം കിട്ടുമ്പോ നമുക്കിട്ട് താങ്ങുന്നുണ്ടല്ലോ ഇതിന്. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. എന്തുവാ നിങ്ങളുടെ പ്രോഡക്റ്റ് ബിസിനസിന്റെ? അത് ഞങ്ങൾ തീരുമാനിച്ചു. എന്താ പ്രോഡക്റ്റ്? എന്താ പറ. മാങ്ങ. മാങ്ങയോ? മാങ്ങ കൊണ്ട് എന്തോന്നാ? മാങ്ങ പെരട്ട്. മാങ്ങാ പെരട്ട് കൊള്ളാം. ഈ അച്ചാറെന്നൊക്കെ പറയുന്നതിൽ കേൾക്കാനൊരു സുഖമുണ്ട്. മാങ്ങാ പെരട്ട്. ചേച്ചി, ഒരു സ്പൂൺ മതിയെന്നേ 2 പറ ചോറ് നമുക്ക് ഉണ്ണാൻ പറ്റും, അല്ലേടി? 2 പറയൊക്കെ എന്തിനാ ഉണ്ണുന്നത്? ആവശ്യത്തിനുണ്ടാ പോരെ. ഞാനൊരു ആലങ്കാരികമായിട്ടൊക്കെ പറഞ്ഞു. അയ്യോ, അത് ശരി. അപ്പൊ മാങ്ങാ പെരട്ട്. അല്ല, ഇതൊക്കെ അറിയാവോ സുരിതയ്ക്ക്? പിന്നെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ തറവാട്ടി വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ കടുവ മാങ്ങ അച്ചാറ്, മാങ്ങ പെരട്ട് ഞാനും ഉണ്ടാക്കും. എന്തൊരു കൈപുണ്യമാണെന്നറിയാവോ എന്റെ പൊന്നോ. കൈപ്പുണ്യത്തിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. കെട്ടിയവന്റെ തീറ്റി കാണുമ്പോ പാവം ഇവിടെ വരുമ്പോഴാണ് 2 ചോറ് നേരവേ ഉണ്ണുന്നത്.
എന്തെങ്കിലും ചേച്ചി പറഞ്ഞായിരുന്നോ? അല്ല ഞാൻ പറഞ്ഞത് ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. ഈ മാങ്ങാപ്പരട്ടെന്നൊക്കെ പറയുന്ന സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അത്ര കൈപ്പുണ്യമാണെങ്കിൽ വാസത്തിൽ കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ നമ്മുടെ അടുക്കളയിലേ ഒരു 3-4 മാങ്ങ കിടപ്പുണ്ട്. ഏതായാലും ഈ പെരട്ടെന്തോന്ന് തപ്പൂടെന്ന് അറിയാമല്ലോ. സുനീത എന്ന് ഇത്രയും കൈപ്പുണ്യമുള്ള ഒരാളല്ലേ, അതൊന്നും ഉണ്ടാക്കി ഒന്ന് പെരട്ടിക്കൊണ്ട് വാ. അല്ല മാങ്ങാ പെരട്ടെ. അയ്യോ ചേച്ചി, എനിക്ക് നല്ലതായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ അതൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മനസ്സിലായില്ലയോ? നല്ലതായിരിക്കും. നല്ലതാ. ഉണ്ടാക്കിക്കൊണ്ട് വാ കേട്ടോ. അല്ല ഇതൊക്കെ ഉണ്ടാക്കിട്ടെ, ഇതൊക്കെ കൂടെ എന്താ പരിപാടി? എവിടെ കൊണ്ട് സൂക്ഷിക്കും? അതിപ്പോ ഞാനൊരു ഗോഡൌൺ എടുത്തിട്ടുണ്ട്. ഉണ്ടോ? അതാവുമ്പോ എന്റെ മേൽനോട്ടത്തിൽ നടത്തുകയും ചെയ്യും. അല്ലേടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഒരു കാര്യം ഞാൻ പറയാം, സംഗതി നല്ലതാണെങ്കിൽ ചന്ദ്രഹാസം പിക്കിൾസ് കമ്പനി ഇതിന്റെ മാർക്കറ്റിംഗ് അങ്ങ് ഏറ്റെടുക്കും. അമ്മേ, ചന്ദ്രഹാസൻ കമ്പനി നമ്മുടെ പ്രൊഡക്റ്റ് നേരിട്ട് എടുക്കുന്ന. ചെല്ല്, ആ മാങ്ങ എടുത്ത് എന്റെ അമ്മയെ കൊണ്ടൊരു പെരട്ടൊക്കെ ഉണ്ടാക്കി ഇനി കൊണ്ടുപോവാ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. പെരട്ടുണ്ടാക്കാം. മനസ്സിലായി. ചെല്ല്, രണ്ടുപേരും കൂടെ പെരട്ടിക്കൊണ്ട് പോവാ. ഏതുവരെ പോകുമോ എന്താ പെരട്ടല്? ഈശ്വര, അമ്മയും മോളും കൂടെ കിടന്ന് പെരട്ടി പറ്റിയ ഒരു പരുവാവും. ഇനി അതുകൂടെ തള്ളി താഴെ ഇടാതെ. മാങ്ങാപ്പരത്തിന് എത്ര മാങ്ങ വേണമെന്ന് പറ. മാങ്ങാ പെരട്ട്, മാങ്ങാ തൊലി എനിക്കൊന്നും അറിഞ്ഞുകൂടെ വെച്ചേ. അപ്പൊ അവിടെ നിന്ന് മീൻ പഠിച്ചതോ മാങ്ങാപ്പരത്തിന്റെ ബിസിനസ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്? എടി, അത് അറിയാതെ എന്റെ വായി അങ്ങ് വന്നു പോയതാ. ഇനി ഒരു സത്യം കൂടെ പറയാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അയ്യോ, ലോകത്ത് വേറെ എന്തൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് എന്റെ പൊന്നമ്മേ. അതൊന്നും പറയാതെ മാങ്ങാപ്പരട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുവാന്ന്. അല്ല, മാങ്ങ ഉപ്പിലിട്ടതോ നെല്ലിക്ക ഉപ്പിലിട്ടതോ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പം മാറ്റി പറയാനും പറ്റത്തില്ല. മാറ്റി പറയാൻ അങ്ങോട്ട് ചെന്നാ മതി. ഞാൻ അതിന് അവർ ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറി ഉണ്ടാക്കുന്നു. എന്തായാലും പെട്ടു. ഇനി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കര കയറാൻ വേണ്ടിട്ട് നോക്ക്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത്? മാങ്ങ ഇരിപ്പുണ്ടോ? അതവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, മുത്തൂനെ ഇങ്ങോട്ട് വിളിക്ക്. എന്തിന്? ഇനി നമുക്ക് മുത്തൂനെ കൊണ്ട് മാങ്ങ പെരട്ട് ഉണ്ടാക്കിപ്പിക്കാമെന്ന്. വിളിക്കുമ്പോ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത്? നമ്മൾ തുടങ്ങാനിരിക്കുന്ന സംരംഭത്തിന്റെ ആദ്യ വെടിക്കെട്ടാ ഇതെന്ന് നീ പറയരുത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ, ഇവന് ഓടിച്ചെന്ന് സുഹാസിനി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. അത് ശരിയാ, പണ്ടേ പണി തരാൻ എടുക്കനാ. ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ണാനായിട്ടൊരു സിമ്പിൾ പെരട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി. ഉണ്ണാനിരിക്കുമ്പോഴത്തേക്കിനും നീ സുഹാസിനി ചേച്ചിയോട് പറയണം ഇത് അമ്മ വെച്ചതാന്ന്. എന്നാ പറയാം. എന്തായാലും ശരി, സുരഭിയെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കും. ആരെ മുട്ടുകുത്തിക്കുന്ന കാര്യമാ ഈ പറയുന്നത്? അല്ല, ആരെ മുട്ടുകുത്തിക്കുന്ന അല്ല, ഞങ്ങളെ അമ്പലത്തിൽ പോയി മുട്ടുകുത്തുന്ന ആരെയാ പറഞ്ഞത്? അമ്പലത്തിലാ? സാധാരണ പള്ളിയിൽ പോയിട്ടില്ലേ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? ഞങ്ങള് പള്ളിയിൽ മുട്ടുകുത്തും, പിന്നെ പോയി തേങ്ങ അടിക്കും. നിനക്ക് എന്നാണ് കാര്യം? എന്റെ പൊന്നെ, മതസൗഹാർദ്ദം തലക്കി പിടിച്ച തള്ള. തിരുമേനിയെടുത്ത് കുമ്പസരിക്കണമെന്ന് പറയാതിരുന്നാ മതിയായിരുന്നു. എന്തോന്നാണ് ഈ അമ്മേ ഉടക്കരുത്. നമുക്ക് ആവശ്യം. പള്ളിയിൽ പോയിട്ടേ കുമ്പസരിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയായിരുന്നു. മുത്തു പെരട്ടുണ്ടാക്കാൻ അറിയോ? പിന്നെ ചിക്കൻ പെരട്ട്, മീൻ പെരട്ട്, ബീഫ് പെരട്ട്, ഏത് പെരട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി തരാം. പക്ഷേ അങ്ങനെയുള്ള പെരട്ടൊന്നും അല്ല. പിന്നെ ഏത് പെരട്ട്? സിമ്പിൾ മാങ്ങാ പെരട്ട്. മാങ്ങാ പെരട്ട്? അമ്മേ, മാങ്ങ പെരട്ട് കഴിക്കുന്നത് ഭയങ്കര കൊതി പറയുന്നു. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു സ്വപ്നം കണ്ടെന്റെ മുത്തുവേ. ഒത്തിരി മാങ്ങാ പെരട്ട് കത്തി. അയ്യോ പാവം, കൊതി കൊണ്ട് വയ്യ. ഒത്തിരി ഉണ്ടാക്കി തരുവോടാ. പൈസയില് മാത്രമല്ല കോതി, പെരട്ടിനോട് ഉണ്ട് കോതി. ഉണ്ടാക്കി കൊടുക്കോ മുത്തു? ഉണ്ടാക്കി കൊടുക്കാം. അയ്യോ, എടുത്തരട്ടെ. എന്തിന്? പെരട്ടുണ്ടാക്കാന്. എപ്പോഴത്തേക്ക്? അയ്യോ, ഉച്ചയ്ക്ക് മതി. അയ്യോ വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാക്കി തന്നല്ല. വേണ്ട, ഉച്ചയൂണാവുമ്പോഴത്തേക്കും മെല്ലെ ഉണ്ടാക്കിയാ മതി. എന്റെ പൊന്നെ, മാങ്ങാപ്പെട്ട് ഉണ്ടാക്കാനായിട്ടേ ഉണ്ടാക്കി വെച്ച് 2-3 ദിവസം കഴിയണം. ഇതിന്റെ എരിവും പുളിയും ഒക്കെ അതിൽ പിടിക്കണ്ടേ? ഞങ്ങൾക്ക് ഇപ്പം എരിവും പുളിയും ഒന്നും വേണ്ട. കൊതി കൊണ്ടല്ലോടാ ചോദിച്ചത്. ശരി ഉണ്ടാക്കി തരാം കേട്ടാ. അയ്യോ, നല്ല മുത്തു. നീ ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ ഉണ്ടാക്കിയെന്ന് അവരോട് പറയണം കേട്ടോ. ഓ, അങ്ങനെ പറയും. എനിക്ക് അതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. അയ്യോ, ചില നേരത്തെ ഇവനെ വിശ്വസിക്കാം. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടക്കും. തീർന്നിട്ടില്ല, ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. ഇനിയും പണിയോ? അതെന്ത്? എന്റെ ദൈവമേ.
കണക്കൂട്ടലുകളൊക്കെ ശരിയാവുന്നുണ്ടോ സുരഭി? ആ ഇതുവരെ ശരിയാ. പേടിക്കണ്ട, ഇനി അങ്ങോട്ട് തെറ്റിക്കോളും. ആണോ? തെറ്റിയാലും തിരുത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. ചില തെറ്റുകളൊക്കെ ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. അങ്ങനെ നിനക്ക് സംഭവിക്കാൻ പോവുക. ആണോ? സാരയില്ല. അല്ല, അമ്മയും മോളും കൂടെ രാവിലെ തന്നെ ഉടക്കാൻ വേണ്ടി വന്നിരിക്കണേണ്. അതേടി, നീ പുതിയ അച്ചാർ കമ്പനി തുടങ്ങുമല്ലേ? അതും സുഹാസിനി അമ്മയോട് ചോദിക്കാതെ? ഞാൻ തുടങ്ങും, തുടങ്ങാതിരിക്കും. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. ആളുടെ ചോദിക്കണം വേണ്ടെന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം അവിടെ നടക്കത്തില്ല. ഓ, നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അതേടി, നിന്റെ അഹങ്കാരത്തിനുള്ള പണി ഞങ്ങൾ തരുന്നുണ്ട്. അയ്യോ, പണി എനിക്ക് വേണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി എനിക്ക് ഈ വീട്ടിലും ഉണ്ട്, കമ്പനിയിലും ഉണ്ട്. എന്തിനാ വെറുതെ? നിന്റെ അച്ചാർ കമ്പനി പൂട്ടി നശിപ്പിക്കും ഞങ്ങള്. ഓ, ഞങ്ങള് തുടങ്ങാൻ പോ ഒരു ബിസിനസ്. നീ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല. അയ്യോടാ, ഞങ്ങളെ സഹായിക്കുന്ന ആരാന്നറിയോ? ഇല്ല. സാക്ഷാൽ ചന്ദ്രഹാസം ഗ്രൂപ്പ് ഓഫ് കമ്പനി. ലാഭം കിട്ടാനൊന്നുമല്ല, പക്ഷെ നിന്റെ കമ്പനി തകർക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ കൊണ്ട് ലാഭമൊന്നും ഉണ്ടാകാൻ പോണില്ലെന്ന്. അതുകൊണ്ടാണ് അമ്മ കൂടെ നിൽക്കാന്ന് പറഞ്ഞത്. നമുക്ക് കാണാം നിന്റെ അച്ചാറ് കമ്പനി പൂട്ടി കെട്ടി ആ അച്ചാറ് മൊത്തം പൂത്തു പുഴുവെല്ലാം ഞൊളച്ച് നടക്കും. ആ സമയത്ത് ഞങ്ങളുടെ മാങ്ങാപ്പരട്ട് കമ്പനി ലോകം മൊത്തം വ്യാപിക്കും. പന്തലി കൂടി. ഇത് മാങ്ങ പരട്ട കമ്പനിയോ? പരട്ടയല്ല, പറഞ്ഞു കൊടുക്കാം. മാങ്ങാപ്പരട്ട് കമ്പനി. നീ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉയർത്തി ഞങ്ങൾ പറകൂടി. 6 മാസം കൊണ്ട് നിന്റെ കമ്പനി പൂട്ടിക്കെട്ടി ഞങ്ങളുടെ കമ്പനി അങ്ങ് വളർന്ന് മികച്ച ബിസിനസ്സുകാർക്കുള്ള അവാർഡ് ഞങ്ങൾ വാങ്ങിച്ച് ആ വാർത്ത പത്രത്തിൽ വരുന്നത് നീ നിന്റെ വീട്ടിലെ ടിവിയിൽ ഇരുന്ന് കാണും. എന്താ അമ്മയും മോളും കൂടെ ആത്മഹത്യ ചെയ്തു? ആരാണ് ആത്മഹത്യ നമുക്ക് കാണാടി. ഓ, കാണാം. അതെ, ഞാൻ ബിസിനസ് കൊണ്ടുപോകുന്നത് ആരെയും ജയിപ്പിക്കാനോ തോപ്പിക്കാനോ അല്ല. എന്റെ കമ്പനിയിൽ കുറച്ച് വിധകളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിട്ട് മാത്രമാണ് കേട്ടോ. പറഞ്ഞു കൊടുക്കാമേ നമ്മുടെ പ്രത്യേകത. ഞങ്ങളുടെ കമ്പനിക്ക് കൊണ്ടൊരു പ്രത്യേകത. എന്താ? ഭാര്യമാർ ഉപേക്ഷിച്ച ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ളതാടി ഞങ്ങളുടെ കമ്പനി. അയ്യോ, എനിക്ക് വയ്യ. നോക്കമ്മേ അവിടെ പുച്ഛം. ഞങ്ങളുടെ കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആരാന്നറിയോ? ആരാ? ഷാറുഖ് ഖാൻ. അതാരാ? ഷാറുഖ് ഖാൻ. അതാര്? ഹിന്ദി നടൻ. ഓ, ഹിന്ദി നട ഷാരൂഖ് ഖാൻ. ഓ, അയ്യോ, നിങ്ങൾ ഷാരൂഖ് ഖാനെയോ ഋത്തിക് റോഷനെ ആര് വേണമെങ്കിലും കൊണ്ടുവന്നോ, എന്നെ വിട്ടേരാ, ഞാൻ പോണേ. ആരെ കൊണ്ടുവരുന്ന തള്ളി മറച്ച് ആദ്യം പോയി ബാങ്ക് മാനേജറെ കിട്ടുമോ നോക്ക്. അതെ, ഇത് എന്റെ റൂമാ. നിങ്ങളുടെ റൂം അപ്പുറത്ത്. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ബാമേ, നമുക്ക് പോവാം. അമ്മയും മോളും കൂടെ രാവിലെ തന്നെ വന്നിരിക്കുന്നു എന്റെ അടുത്ത് ഉടക്കാൻ. പിന്നെ അല്ല, ഞാൻ വീഴുന്നാണ് വിചാരം. അല്ല, നീ എന്താടാ ഉച്ചയ്ക്ക് പോന്നേ? അല്ല, ആന്റി എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഓ, പുതിയ ബിസിനസിന്റെ കാര്യമൊക്കെ സംസാരിക്കാനായിരിക്കും. ആ, ഏതാണ്ടൊക്കെ പറഞ്ഞൊരു ധാരണയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്തോ പറഞ്ഞായിരുന്നു. എന്തൊക്കെയോ പറയുന്നത് എന്റെ പൊന്നു മോനെ. ഒന്നാമത്തെ കാര്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഞാനൊരു സാമ്പിൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഒന്നല്ല, ഞങ്ങൾ ബാങ്കിൽ വരെ ഒന്ന് പോയതാ ആ ലോണിന്റെ ആവശ്യത്തിന്. ആദ്യം ലോൺ തരത്തില്ലെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ചന്ദ്രഹാസൻ ഗ്രൂപ്പാണ് നമ്മുടെ മാങ്ങാപ്പരട്ട് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞ പിന്നെ ലോൺ തരാമെന്ന്. മാങ്ങാപ്പരട്ട? അതേട്ടാ, ഇനി മുതൽ ആ പ്രൊഡക്റ്റ് ആണ് ഈ മാർക്കറ്റ് കീഴടക്കാൻ പോകുന്നത്. അതെ, ഈ കീഴടക്കലും വെട്ടിപ്പിടുത്തവും ഒക്കെ പിന്നാട്ടെ. ആദ്യം നമുക്ക് ഈ സാധനം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയണമല്ലോ. അതൊന്ന് നോക്കട്ടെ, മനസ്സിലായോ? അത് വിജയിച്ചാല് ചന്ദ്രഹാസൻ പിക്കിൾസ് മാർക്കറ്റിംഗ് ഏറ്റെടുക്കും. നമ്മുടെ കമ്പനി വരുമ്പം ചിലരുടെയൊക്കെ കമ്പനി അടച്ചു കൂട്ടുന്നത് കാണാം. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അതാണ് കുഴപ്പം. ആരെയും പൂട്ടിക്കാനും മറ്റേ കെട്ടിവെക്കാനും ഒന്നും അല്ല നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, മനസ്സിലായോ? ആദ്യം പഠിക്കേണ്ട പാഠം അതാണ്. സാധാരണക്കാർക്ക് അവരുടെ ആവശ്യാർത്ഥം അവരുടെ വിലയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുക. മനസ്സിലായില്ലേ? അത് ജനം പറയണം നന്നായിരിക്കുന്നു. അപ്പൊ പുതിയ പുതിയ ഓഫറുകളുമായിട്ട് ധാരാളം പേര് നിങ്ങളെ സമീപിക്കും. നിങ്ങളുടെ ബിസിനസ് അങ്ങനെ വളരുകയും ചെയ്യും. അല്ലാതെ പൂട്ടാൻ നടക്കരുത് ആരെയും. അതെ, മത്സരം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. മോളെ, സമയം കളയാതെ അമ്മ ഉണ്ടാക്കിയ മാങ്ങാപ്പരട്ട് എടുത്തോണ്ട് വാ. ചേച്ചി കുട്ടിയുടെ അഭിപ്രായം പറയട്ടെ. അതെ അതെ അതെ. അയ്യോ മുത്തുണ്ണ, മാങ്ങാപ്പരട്ട് റെഡിയായോ? ആ, മാങ്ങാപ്പരട്ട് റെഡിയായി. നല്ല പണിയാണ് കേട്ടാ കാണിച്ചത്. എന്താ? മാങ്ങാപ്പരട്ടിനെ പച്ച മാങ്ങയാണ് വേണ്ടത്. പച്ച മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ എന്താക്കി? പഴുത്ത മാങ്ങയാണ് ഫ്രിഡ്ജിനകത്തിരുന്നത്. അയ്യോ, ആ, ഞാനേ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് ഒന്നെടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട സമയത്ത് സുരഭി ഒന്ന് കയറി. സുരഭിയുടെ ഞാൻ കാര്യം പറഞ്ഞു. എന്ത്
എന്തിനാ അവളോട് പറയാൻ പോയേ? ആ അല്ലാതെ ഈ പിന്നെ ആടുത്താണ് പറയേണ്ടത്. ഞങ്ങളെ വിളിക്കായിരുന്നില്ലേ? ഓ വിളിച്ചാൽ കറക്റ്റായിട്ട് സൊല്യൂഷൻ പറഞ്ഞു തരുമല്ലോ. ശ്ശോ. സുരഭിയുടെ ഞാൻ കാര്യം പറഞ്ഞത് സുരഭി പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം. മാങ്ങാപ്പേട്ട എന്തായാലും ഉണ്ടാക്കാൻ പറ്റൂല. ഈ പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് പറഞ്ഞു. മാമ്പഴ പുളിശ്ശേരിയോ? എന്ത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട്, മാമ്പഴ പുളിശ്ശേരി. ഞാൻ ഇനി അമ്മയോട് എന്ത് പറയും? മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി എന്ന് പറയണം. അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരി സുരഭി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ക്രെഡിറ്റ് മൊത്തം സുനിതാമേനോട് എടുത്തോളാനും പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ്. ആ സമയക്കുറവ് കാരണം ഞാൻ ഇത്രയേ ഉണ്ടാക്കിയുള്ളൂ. എന്തായാലും എല്ലാരും ഒന്ന് കഴിക്കണം. എടുത്തോണ്ട് വാ മോളെ. ആ മാങ്ങാപ്പരട്ട് മാമ്പഴ പുളിശ്ശേരിയായി അമ്മേ. അതൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ കൊണ്ടു. നമുക്ക് വേറെ ദിവസം മാങ്ങാപ്പേട്ട ഉണ്ടാക്കാം കേട്ടാ. മാങ്ങാപ്പേട്ട ഉണ്ടാക്കാൻ പഴുത്ത മാങ്ങയും വെച്ചോണ്ട്. മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്. കൊച്ചു നീ വേഗം വരാന്. കൊണ്ടുവാ എന്റെ പൊന്നു മോളെ, ഒന്ന് നോക്കിക്കോട്ടെ അതിന്റെ രുചി. ചുടാ ഞാനാണ് ഇതൊട്ട് കഴിച്ചിട്ടുമില്ല. ഞാൻ ഉണ്ടാക്കിയ മാമ്പഴപ്പരട്ട് നീ ചുട്ടു കൊടുത്തേ. ചേച്ചി അഭിപ്രായം പറയട്ടെന്ന്. അയ്യോ എന്തോന്ന് മോളെ, ഒരു ശകലം ഒന്ന് തന്നേ, അതിന്റെ ഒന്നും രുചിച്ചൊന്ന് അറിഞ്ഞോട്ടെന്ന്. ഇത് എന്തൊരു മര്യാദ ഇല്ലാത്തതാ വെച്ചേ. ചേച്ചി എടുത്തിട്ട് കൊടുക്ക. നിനക്ക് എന്തിനാ സുഖം വിളമ്പ് വെച്ചേ? ആ വിളമ്പ്. വേണമെങ്കിൽ അടപ്പ് മാറ്റാം. ഇതൊക്കെ എന്താ ദുഃഖഭാവം? ചേച്ചി കഴിച്ചിട്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് ചേച്ചി പെരട്ട്? അപ്പൊ പിന്നെ നമ്മുടെ മാങ്ങാപ്പെരട്ട് ചന്ദ്രാസൻ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, മാങ്ങാപ്പരട്ട് എന്താ മാമ്പഴ പുളിശ്ശേരി എന്താ, ഈ വ്യത്യാസമെങ്കിലും അറിയാനുള്ള പകുതി ഉണ്ടായിരിക്കും കേട്ടോ. തൽക്കാലത്തെ ഈ ഇരിക്കുന്നതൊക്കെ വല്ലതൊക്കെ എടുത്തു വെച്ച് കഴിച്ചേച്ച് ഉണ്ടേച്ച് വേഗം വീട്ടിൽ പോ നോക്ക്. മാമ്പഴപ്പരട്ടും മാങ്ങാപ്പരട്ടും മറ്റേ പരട്ടും കൂട്ടി നോക്കടാ കുറച്ച്. അയ്യോ കുറച്ച് ചോറിട്ടോ അമ്മ? അയ്യോ അത് വല്ലതും ഉണ്ടെങ്കിലേ പറ്റൂ. ഇനി ആ ചോറ് കേട്ടാ രോഗം കീഴടക്കാൻ പോകുന്നു. ഇത് വെച്ചിട്ടാണോ നീ കീഴടക്കാൻ പോന്നേ?